ഹലോ ഗൈസ്, വീശി അടിക്കാത്ത നല്ല അടിപൊളി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ കപ്പിൽ ഒരു 4 കപ്പ് മൈദയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, 2 മുട്ട എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ പഞ്ചസാരയാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ ഉപ്പും പഞ്ചസാരയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് കൂടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മളിത് മാവ് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിന് കറക്റ്റായിട്ടുള്ള ഉപ്പും പഞ്ചസാരയും മുട്ടയൊക്കെ കറക്റ്റ് ചേർക്കും. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. വെള്ളം ഒരിക്കലും കൂടാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പം ഇട്ട ഈ മുട്ടയും അതുപോലെ തന്നെ ഈ പഞ്ചസാര ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മളിത് ഈ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ച് ഇതിനെ ഇങ്ങനെ ഒരു ബോളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിനകത്തുള്ള കംപ്ലീറ്റ് മാവ് നമ്മൾ സെറ്റാക്കി ഒറ്റ ബോളാക്കി മാറ്റുക. ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഇതിനെ പ്രസ് ചെയ്യണം. നന്നായിട്ട് ഇടിച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരൊറ്റ ബോളാക്കി നമ്മളിങ്ങനെ മാറ്റണം. അപ്പം നമ്മൾ ഇതുപോലൊരു വലിയ ബോളാക്കി ഇതിനെ മാറ്റുക. ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതുപോലെ കണ്ടോ, ഇതുപോലെ വെള്ളമൊന്നും കൂടുതലാവരുത്, ഈ ഒരു ലെവലിലേ ആവാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്ക് ഇങ്ങനെ കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ ഇതിലൊന്ന് തടകി കൊടുക്കുക. ഓക്കെ, മൊത്തത്തിൽ ഈ മാവിൽ ഇതൊന്ന് തടകി റെഡിയാക്കുക. മാവ് തിരിച്ചു വെച്ചിട്ട് അവിടെയും നമുക്കിങ്ങനെ കുറച്ചൊന്ന്, അതായത് എല്ലാ ഭാഗത്തും ഇതൊന്ന് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി ഇതുപോലെ നനച്ചെടുക്കുക. അപ്പോൾ തോർത്തുണ്ടെങ്കിൽ തോർത്ത് കൊണ്ടായാലും മതി, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു തുണി കഷ്ണം, കോട്ടൺ തുണി ആയിരിക്കണം, നന്നായിട്ട് അത് നനച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഈ മാവിൻ്റെ മേൽക്കൂടെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഇതൊരു 1 മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെക്കണം. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നേരം വെക്കുന്നോ അത്ര നേരം നമുക്ക് കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഒരുപാട് നേരം വെക്കരുത്. 1 മണിക്കൂറിനും 2 മണിക്കൂറിനും ഇടയ്ക്ക് സമയം വരെ നമുക്കിങ്ങനെ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 മണിക്കൂറാണ് ഇത് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയാണ് പരിപാടി. തുണി അങ്ങോട്ട് മാറ്റുക. അതിനുശേഷം നമ്മൾ ഈ മാവിന് നമ്മളിങ്ങനെ കൈ കൊണ്ട് വെക്കുക. ഓക്കെ, ശേഷം നമ്മൾ കൊണ്ട് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കും. മാവിന് ഇങ്ങനെ ബോൾസാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ ബോൾസിൽ ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് പതിയെ ഈ ബോൾസിൽ ഇങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ടിങ്ങനെ ബോൾസ് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോൾസിൽ ഞാൻ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഈ നനച്ച തുണി നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഈ നനഞ്ഞ തുണി നമ്മൾ ഇതൊന്ന് പിടിപ്പിക്കണം. ഓക്കെ, 10 മിനിറ്റ് ഇതിട്ട് നമ്മളിങ്ങനെ അടച്ചിങ്ങനെ. അപ്പം നമ്മുടെ ഈ മാവ് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പൊറോട്ട അടിക്കൽ കർമ്മത്തിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഈ തുണി ഇതിൽ നിന്ന് മാറ്റുക. ഓക്കെ, അപ്പോൾ ഇനിയാണ് ഞാൻ ഈ വീശി അടിക്കാതെ, നമ്മൾ പണ്ട് മുതലേ കണ്ട് ശീലിച്ച സംഭവമാണ് വീശി അടിച്ചിട്ടുള്ള പൊറോട്ട അല്ലേ. അപ്പോൾ നമ്മൾ വീശി അടിക്കാതെ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കുക, അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ആർക്കും ഉണ്ടാക്കാം, എപ്പോഴും ഉണ്ടാക്കാം. ഫ്ലോറിൽ കുറച്ച് എണ്ണ തേച്ചിടുക. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ചെറിയൊരു കത്തിയും അതുപോലെ തന്നെ ഒരു ഇതുപോലൊരു സ്റ്റിക്കും കരുതുക കയ്യിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് എടുത്തിട്ട് ഓക്കെ ഈ ഫ്ലവറിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ എടുക്കാം.
അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അതിനുശേഷം ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ മാക്സിമം എത്രത്തോളം ഇതിനെ വലിച്ച് നീട്ടി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഹോൾസൊക്കെ വരും, അത് നോക്കണ്ട. എല്ലായ്പ്പോഴും വരില്ല, ഇടയ്ക്ക് മാത്രം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിപ്പോൾ വീശി അടിച്ചാലും വരും, അതുകൊണ്ട് അത് നോക്കണ്ട. അപ്പോൾ നമ്മൾ മാവ് ഇതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മാക്സിമം എത്രത്തോളം പറ്റുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ച് പരത്തുക. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, രണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരെണ്ണം എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ പതിയെ ഇതിനിങ്ങനെ ചുറ്റിയെടുക്കുക. ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ ചുറ്റി കുറച്ച് നേരം അടിയിലോട്ട് കയറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ അടുത്തത് എടുക്കുക. പതിയെ പിടിച്ചെടുക്കുക, കട്ട് ചെയ്ത് പോകാതെ പതിയെ പിടിച്ചെടുക്കുക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റുക, ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിങ്ങനെ പതിയെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. വേണ്ടല്ലോ. വയ്ക്കുക, തിരിച്ചിടുക. ഈ എണ്ണ ഉള്ളതുകൊണ്ട് നമുക്കിതിങ്ങനെ ചെയ്യുമ്പോൾ സ്ലിപ്പാവും. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ചെയ്യുക. മാക്സിമം എത്രത്തോളം ഇത് സ്ട്രെച്ച് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കത്തി ഉപയോഗിക്കുക, കട്ട് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് കറക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ പതിയെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. മാറ്റി വയ്ക്കുക, അടുത്തെടുക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ 9 ബോൾസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 9 ബോൾസിനെയും ഒന്നിനെ 2 വീതമാക്കിയിട്ട് മൊത്തം നമുക്ക് 18 പൊറോട്ടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിനെയാണ് നമ്മളിനി നേരെ കല്ലിലേക്ക് കയറ്റാൻ പോകുന്നത്. ബോൾസിന് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ കൈയിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതിനിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ കല്ലിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനിടയ്ക്ക് ഇങ്ങനെ 2 സൈഡിൽ എണ്ണ തേച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്പൂണിൽ സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒരു സൈഡ് ഞാനിപ്പോൾ ഇങ്ങനെ തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ആ ഭാഗത്തേക്കും ഇതുപോലെ സൺഫ്ലവർ ഓയിൽ കുറച്ചിങ്ങനെ തേച്ച് കൊടുക്കുക. സ്പൂൺ ഉപയോഗിക്കാം, അല്ലാതെ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. ബ്രഷ് ആണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് വേവിക്കുക. പിന്നെ ഇത് ലോ ഫ്ലെയിം വെച്ച് വേണം. ഗ്യാസിലാണെങ്കിൽ ലോ ഫ്ലെയിം വെച്ചേ ചെയ്യാവൂ. തീ കൂടി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് അങ്ങ് കരിയാൻ പാടില്ല. ചെറിയൊരു ബ്രൗണിഷ് ഇതുപോലൊരു ചെറിയൊരു ബ്രൗൺ കളറ് വന്നാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നാൽ മാത്രം മതി. ഇതുപോലെ ഒരു 7-8 പൊറോട്ടയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളത് സെറ്റോടെ എടുത്ത് ഇതുപോലെ മാർബിളിലോ മറ്റോ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മുടെ പൊറോട്ട, മയനൈസ്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഇത്രയും ഇവിടെ റെഡിയാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടതാണ്. പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതാണ്, അതുപോലെ തന്നെ മയനൈസ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഞാൻ എല്ലാവർക്കും പൊതുവെ അറിയുന്നുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വീഡിയോ കാണിച്ചില്ല. ഓക്കെ, അതിന് വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ജസ്റ്റ് സാധാ ചിക്കൻ ഫ്രൈ ആണ്. അതുകൊണ്ട് അതിനകത്തൊന്നും കാണിച്ചില്ല. ഓക്കെ, വീശി അടിക്കാത്ത പൊറോട്ട. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. അപ്പോൾ
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.